പണത്തിന് വേണ്ടി അഭിമാനവും അന്തസ്സും പണയം വയ്ക്കാൻ ആ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടാണോ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നത്? സത്യം എന്നായാലും തെളിയും. അന്ന് ചിലതൊക്കെ വാർത്തെടുക്കപ്പെടും, ചിലതൊക്കെ തകർന്ന് അടിയുകയും ചെയ്യും. ഇത് ഞാൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്കാ. ഇതില് നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാം. പക്ഷേ നീ പഠിക്കാൻ പോകാൻ പാടില്ല. ഇത് രമാദേവിയുടെ അഭിമാനത്തിന്റെ പ്രശ്നം. ഈ ചെക്ക് ബുക്കിൽ നിന്നും 1001 രൂപ എഴുതി ഒരു ചെക്ക് ലീഫ് ഞാൻ എടുക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, രമാനിലയത്തിൽ രമാദേവി മാഡത്തിനും കുടുംബത്തിനും എല്ലാ നന്മകളും വരാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്ത് ഭഗവതിക്ക് ഞാനൊരു പൂജ ചെയ്തേക്കാം. നിനക്കെന്നെ അറിയില്ല. മാഡം, ഈ ചിന്നു പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പഠിച്ചിരിക്കും. വെറും പഠിത്തമല്ല, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിയമ പഠനം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ഇത് പാല് തന്ന കൈക്കുള്ള കൊത്തലാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നല് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് മാഡം ഉണ്ടാക്കിയെടുക്കണം. ഈ ചിന്നു ചെയ്യുന്ന യുദ്ധം ഒന്നും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ളതല്ല, തളർന്ന് വീണു പോവാതിരിക്കാനുള്ളതാ. സ്ട്രഗിൾ ഫോർ സർവൈവൽ. ഒന്ന് നിന്നേ. ഒരു മനുഷ്യന്റെ ഭാഗ്യം എന്ന് പറയുന്നത് അയാളെ തേടി വരുന്ന അവസരങ്ങളാ. ആ അവസരങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ് മിടുക്കര്. കാലത്തിന്റെ ഒരു പോക്കേ. മണിക്കൂറുകൾക്ക് മുന്നേ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് രമാനിലയത്തിന്റെ വരാന്തയിൽ കരഞ്ഞ് തളർന്നിരുന്ന നിന്റെ മുന്നില് ഇപ്പ രമാദേവി വെച്ച് നീട്ടിയതേ ലക്ഷ്മി ദേവിയെയാ. ആ ബ്ലാങ്ക് ചെക്കും വാങ്ങി കോടികൾ എഴുതി എടുത്തൂടായിരുന്നു നിനക്ക്. നീ ചെയ്തത് തീർത്തും ബുദ്ധിമോശമായി പോയി. പണമില്ലെങ്കിലും മനുഷ്യന് ശവത്തിന്റെ വില പോലും ഇല്ലടി. ഞാൻ ചെയ്തത് ബുദ്ധിമോശമായി പോയെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അഭിമാനവും മനസാക്ഷിയും പണയം വെച്ചുകൊണ്ട് എനിക്ക് പണം നേടണ്ട. സമ്പാദ്യം കൂട്ടിവെക്കേണ്ടതേ ഹൃദയത്തിലാ. അതാ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിനക്ക് തെറ്റി. ബുദ്ധിമാന്റെ ഹൃദയത്തിലല്ല പണം സൂക്ഷിക്കുന്നത്, അവന്റെ കൈകളിലാ. ആ തിരിച്ചറിവില്ലാത്തോണ്ടാ രായ്ക്ക് രാമാനം ബാണ്ടക്കെട്ടു എടുത്തോണ്ട് നിനക്കും നിന്റെ തള്ളയ്ക്കും നടു റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. സത്യസന്ധതയും ആദർശവും കൂടിയിട്ടാ
നിന്റെ തന്ത ഇപ്പൊ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന് പുഴുക്കുന്നത്. ജന്മം കൊടുത്ത മൂത്ത മകളെ ഏൽപ്പിച്ച മുറിവിനോളം വരില്ലല്ലോ. അച്ഛന്റെ ശരീരത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പണത്തിന് വേണ്ടി അഭിമാനവും അന്തസ്സും പണയം വയ്ക്കാൻ ആ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഹും, എന്നിട്ടാണോ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നത്? സത്യം എന്നായാലും തെളിയും. അന്ന് ചിലതൊക്കെ വാർത്തെടുക്കപ്പെടും, ചിലതൊക്കെ തകർന്നടിയുകയും ചെയ്യും. ഹലോ. മഹി, ഞാൻ ഡോക്ടർ കൈലാസ, ശിവദാസിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർ. മനസ്സിലായി ഡോക്ടറെ. ഇപ്പോ ദാസേട്ടന് അതിന്റെ കാര്യം പറയാനാ ഞാൻ മഹിയെ വിളിച്ചത്. എന്താ സാർ? മഹി അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ വരണം. എന്തുപറ്റി ഡോക്ടറെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യമൊക്കെ നേരിട്ട് പറയാം. മഹി എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് വരണം. ഇയാളിത് എവിടെയായിരുന്നു? വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? ഇവിടുത്തെ രമാദേവി. ചിന്നു, ദാസേട്ടൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അച്ഛൻ എങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞില്ല. അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനും വരുന്നു. എങ്കി വാ, നമുക്ക് പോയിട്ട് വരാം. എന്താടോ, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താൻ എന്തെങ്കിലും ഒന്ന് പറ. എടോ, ഒന്നുമില്ല. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവല്ലേ, നേരിട്ട് കാണാലോ. എന്തിനാ വെറുതെ ബഹളം? ആരാണ് നോക്കിയേ? ഇതാരേ ഡിസ്റ്റർബൻസ് എന്ന് എഴുതിയിരിക്കുന്നത്? താഴെ കട്ട് ചെയ്യേ. പിന്നെയും വിളിക്കുന്ന തന്നെ ഡിസ്റ്റർബൻസ്. എടുക്ക്. ഹലോ. ഹലോ, മഹി എവിടെയാ? ഞാൻ പുറത്താ. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഞാനേ ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചതാ. മഹി എങ്ങോട്ടോ യാത്രയിലാന്ന് തോന്നല്ലോ. ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം.